നമുക്കിന്നൊരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 3 ടൈപ്പ് ക്യാപ്സിക്കമാണ്. റെഡും യെല്ലോയും ഗ്രീനും. പിന്നെ വേണ്ടത് യെല്ലോ ക്യാപ്സിക്കാണ്. വേണ്ടത് റെഡാണ്. ഈ ക്യാപ്സിക്കം നമുക്ക് ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 3 ഇതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യെല്ലോയുടെ പകുതി, ഗ്രീനിന്റെ പകുതി, റെഡിന്റെയും പകുതി. അപ്പം നല്ല ഫ്രഷ് ക്യാപ്സിക്കം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിളും ഇതുപോലെ തന്നെ കുറച്ച് വലിപ്പമുള്ള ഇതുപോലത്തെ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കുംബറാണ്. ഒരു ചെറിയ കുക്കുംബർ, ഒരു കുഞ്ഞു ചെറിയ കുക്കുംബർ എടുത്താൽ മതി. അതും ഇതുപോലത്തെ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു ചെറിയ കുക്കുംബർ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. നല്ല ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ആപ്പിളാണ്. ഇതുപോലത്തെ ക്യൂബായിട്ട് മുറിച്ചെടുത്തുള്ള ആപ്പിൾ. ഇത് വേണമെങ്കിൽ ആപ്പിൾ തൊലിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ വരുന്ന ആപ്പിൾ എല്ലാം തന്നെ വാക്സ് കോട്ടഡ് ആയിട്ടാണ് വരുന്നത്. അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലല്ലോ. നമുക്ക് ഈ സാലഡിലേക്ക് വേണ്ട ഡ്രസ്സിംഗ് തയ്യാറാക്കാം കേട്ടോ. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. ഒരു 2 ടേബിൾ സ്പൂൺ തേൻ വേണം, നമ്മുടെ നല്ല തേൻ. ഒരു 2 ടേബിൾ സ്പൂൺ തേൻ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലേ നമ്മൾ എടുത്തത്, അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കുറച്ച്, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സാലഡിന്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഇതാണ്. ഇത് നമുക്ക് സാലഡിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡ്രസ്സിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സിംഗ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 ഫ്രഷ് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്കപ്പോൾ. 2-3 ഫ്രഷ് മിൻറ്റ് ലീവ്സ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ക്രഷ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അതിലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഭയങ്കര ചൂടാണ് UAE. ഈ ചൂടിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാലഡാണിത്. ഇത് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊരു ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യ സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സാലഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.